പെൺകുട്ടികൾ ഉൾപ്പെടെ സമരമുഖത്തുള്ള നിരവധി ആളുകൾക്ക് നേരെ കടന്നാക്രമണം നടന്നു. ഒരു കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. പോലീസ് അതിക്രമത്തിനെതിരായി സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും എല്ലാം ശക്തിയായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മമ്മൂട്ടി, മഞ്ജു വാര്യർ, ദുൽഖർ സൽമാൻ, വിസ്മയ മോഹൻലാൽ, ടോവിനോ തോമസ്, ആസിഫ് അലി, ജോജു ജോർജ്, ഭാവന, കുഞ്ചാക്കോ ബോവൻ, ഇന്ദ്രജിത്ത് തുടങ്ങി സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും എല്ലാ മേഖലയിലുമുള്ള വിവിധ തലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭ വ്യക്തികൾ സമരവുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു പുതിയ രീതിയാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്. സോനം വാങ്ചുക്കിന്റെ നിരാഹാരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം പ്രതിഷേധവുമായിട്ട് വരുന്ന സാംസ്കാരിക പ്രവർത്തകർക്കും അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനുമെതിരായി സംഘപരിവാർ വിഭാഗം രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലും ചിലർക്കെതിരായി അവരുടെ വീടുകളിലേക്ക് പ്രകടനം നടത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ ജനങ്ങൾക്കൊപ്പം അണിനിരക്കുന്ന പ്രതിബദ്ധത കാണിക്കുന്ന ആളുകൾക്കെതിരായിട്ട്, ഈ പ്രശസ്ത വ്യക്തികൾക്കെതിരായി സംഘപരിവാർ നടത്തുന്ന ഭീഷണിയെ, അവ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് കേരളത്തിന് സാധിക്കും. ആ പ്രതിരോധം കേരളത്തിൽ ശക്തിയായിട്ട് രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെമ്പാടും നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ CPIM സംസ്ഥാന കമ്മിറ്റി അഭിവാദ്യം ചെയ്യുകയാണ്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകാൻ CPIM തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്.